ഇന്നിപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് നമ്മളൊരു സ്ഥലത്ത് പോവാം. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ അമ്മായിൻ്റെ മക്കളെയും കൂടി കൂട്ടി. ഇത് എൻ്റെ ഇപ്പൻ്റെ ഫാമിലിയിൽ പെരുന്നാൾ പിറ്റേന്ന് എപ്പോഴും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഓരോരോ വീട്ടിൽ ഒത്തുകൂടൽ. അങ്ങനെ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്ന് അടുക്കളയിൽ പോയോക്കിയപ്പോഴോ ഒരാൾക്കൂട്ടോ. പിന്നല്ലേ മനസ്സിലായേ അവിടെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കേണ്ടിയിരുന്നു. പിന്നെ ഇവിടെ ബിരിയാണി വിളമ്പുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് പോയതാ. അപ്പം കണ്ടതോ അവിടെ ഒരു നറുക്കെടുപ്പുണ്ട്. അതിന് എൻ്റെ ചെറിയ അനിയത്തിനോട് ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോഴോ ഓളാ പാട്ട മൊത്തമായിട്ട് കമത്താണ്, കുളിക്കാൻ പോകാൻ തോന്നുന്നു. എത്ര പറഞ്ഞിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ എല്ലാം വാരി തന്നെ പെണ്ണാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളും ബിരിയാണി അയച്ച് അങ്ങനെ എല്ലാവരും മൂക്കുമുട്ടം ബിരിയാണി എന്നിട്ട് ഓരോ സ്ഥലത്ത് മസ്തായി കുത്തിരിക്കുകയാണ്. അപ്പൊ മിന്നുത്താത്ത കണ്ടില്ലേ, കുട്ടികൾ മുന്തിരി ഇന്നിട്ട് കണ്ടിട്ട് അതിന് അടിച്ചു മാറ്റാണ്. അപ്പൊ എന്റെ ചെറിയ അനിയത്തിനെ ജസ്റ്റ് പോയ ഓളവിടെ ലക്ഷറി ലൈഫ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഗെയിം തുടങ്ങി. ഓരോരുത്തരും ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോ ആൾക്കാർ ഔട്ടാവും. പിന്നെ ലാസ്റ്റ് വരുന്ന ആളാണ് വിന്നർ. അങ്ങനെ എല്ലാരും എടുത്തെടുത്ത് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് നമുക്കൊരു വിന്നറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓൾക്കൊരു സമ്മാനം കൊടുത്തു. സമ്മാനം എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയിൽ എല്ലാവരും അവിടെ നിന്ന് പൊളിച്ചു നോക്കി. നോക്കുമ്പോൾ ഒരു പാത്രമാണ്. ഇനിയിപ്പോൾ കുട്ടികളെ ഗെയിമാണ്. നേരത്തെ പോലെ തന്നെ ഓരോരുത്തരുടെ എടുത്ത് ഒഴിവാക്കിയിട്ട് ലാസ്റ്റ് കിട്ടുന്ന ആളാണ് വിന്നർ. അങ്ങനെ നമ്മളെ വിന്നറിന് ഒരു ഗിഫ്റ്റ് കൊടുത്ത്. ഇനി കഴിഞ്ഞില്ല കേട്ടോ, ഇനി നമ്മളെ പ്രായത്തിലുള്ള കുട്ടികളെ ഗെയിമാണ്. അതിലത്തെ വിന്നറിന് എൻ്റെ ഇപ്പൻ്റെ വകാണ് ഗിഫ്റ്റ്, നമ്മളെ ഫുൾ വാൻഡ് ബോക്സ്. അങ്ങനെ ആ വിന്നറിനും ഗിഫ്റ്റ് കൊടുത്ത്. പിന്നെ എൻ്റെ അനിയത്തിക്ക് മഞ്ചട്ടി, അത് മെല്ലെ അടിച്ചു മാറ്റാൻ നോക്കി, പക്ഷെ കിട്ടി. അപ്പോൾ അവിടെ നമ്മളെ ഫാമിലിയിലത്തെ ഒരാളെ ബർത്ത്ഡേനോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കേക്ക് പിന്നെ എല്ലാവരും വാരിപ്പിടി. അങ്ങനെ ലാസ്റ്റ് ബോർഡ് മാത്രം ബാക്കി. പിന്നെ കിട്ടാത്തവരെന്ത് ചെയ്യാൻ അത് നക്കി തിന്നെ. പിന്നെ അവിടെ ഐസ്ക്രീം കൊടുക്കണ്ടേന്. പിന്നെ അതെല്ലാവരും വാരി പിടിക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം ഒന്ന് എടുത്ത്. എല്ലാവരും ഐസ്ക്രീം തിന്നുമ്പോൾ കണ്ടില്ല, എൻ്റെ അമ്മ തിന്നുമ്പോൾ എൻ്റെ അനിയത്തി അതിൽ കൈയിട്ട് വാരിയിട്ട് ഓളെ കൈമ മൊത്തമായി. ഐസ്ക്രീം ഇട്ടതിൻ്റെ ശേഷം ഓരോരുത്തർ ഓരോ ഭാഗത്തുനിന്ന് തിന്നേനു. പിന്നെ നമ്മൾ പോയെടുത്ത് ഓലിൽ ചെറുതായിട്ട് ചീരന്റെ കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും അവിടുന്ന് ചീരൊക്കെ കൊണ്ടുപോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അത്ര